Good morning, ma'am. കാണാമോ? ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാം ഓക്കെ ആയി മതി. എല്ലാം ഓക്കെ. എവറിത്തിങ് ഇസ് ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവരും കഴിച്ചോ നിങ്ങള്? ഓ, നിങ്ങൾ കുറച്ചു പേർക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്തല്ലേ? 19 തീയതി നോമ്പല്ലേ? പിന്നെ 1 മാസം നോമ്പായിരിക്കും അല്ലെ? പക്ഷെ നിങ്ങൾ രാവിലെ കഴിക്കില്ലേ ഭക്ഷണം? വെളുപ്പിനെ കഴിക്കില്ലേ? കഴിക്കാലോ. ഡാൻസ് കണ്ട കൃഷ്ണേന്ദു? ഓക്കെ ഓക്കെ. 4 മണിക്ക് കഴിക്കും. പിന്നെ വൈകിട്ടല്ലേ കഴിക്കാൻ പറ്റുന്ന നോമ്പ്? ഗ്രൂപ്പിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ആണോ? നിങ്ങളുടെ ഗ്രൂപ്പിലല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും? സ്മാർട്ട് ഷീയുടെ വേറെ ഗ്രൂപ്പ് ഉണ്ടാവും? നിങ്ങൾ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? പ്രിപ്പയർഡ് ആയിട്ട് വരാട്ടോ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം. 1 മാസത്തോളം സമയം ഉണ്ടാവും കോൺവൊക്കേഷന്. ആരെങ്കിലൊക്കെ കളിക്കാന്ന് പറഞ്ഞ് വില്ലിങ് ആയിട്ടുണ്ടോ? ഡാൻസ് കളിക്കാൻ വില്ലിങ് ആയിട്ടുണ്ടോ? ഇല്ലടോ, ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാ വന്നപ്പോ ഹെൽമെറ്റ് ഊരി വെച്ച് പെട്ടെന്ന് വണ്ടി ക്ലാസ്സിലോട്ട് കയറിയില്ല. മുടി കെട്ടാൻ വേണമെങ്കിട്ടാ. മുടിയൊന്നും പറ്റിയിട്ടില്ല. മുടിയൊക്കെ ബാക്കിയുണ്ട്. ചാപ്റ്റർ എടുക്കട്ടെ കേട്ടാ. ഇപ്പൊ ഡാൻസ് കളിക്കുന്ന ടീം ആരൊക്കെയെന്ന് വെച്ചാൽ, ടീമല്ല, ഒരൊറ്റ ഡാൻസ് മതി കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ടീമായിട്ടൊന്നും കളിക്കാനുള്ള സമയം ഉണ്ടാവില്ല നമുക്ക്. എന്നിട്ട് അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചോ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. പറ്റാവുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നില്ലേ കളിക്കാൻ? കളിക്കേ. ഗുഡ് മോർണിംഗ് നസീമ. നമ്മളുടെ കോൺവൊക്കേഷൻ ടൈം തുടങ്ങുന്നത് 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 9:30 എല്ലാ കുട്ടികളും എത്തിച്ചേരില്ല. അതിൽ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നത് കൊണ്ട് പല കുട്ടികളും ഒരു 10:30, 11 മണി, 10:30 എന്തായാലും കഴിയും. പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ട്, റീൽസ്, പിന്നെ ടീച്ചേഴ്സിനോടുള്ള ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യൽ സെറിമണി സ്റ്റാർട്ട് ചെയ്യും. ഇനാഗുറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ ഡാൻസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഡാൻസ്. എന്തായാലും സമയം എടുക്കും. ഉച്ചയ്ക്കുള്ളിൽ എന്തായാലും കഴിയും കേട്ടോ. PDF കാണാലോ. ഡിപ്ലോമക്കാരെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേണമെങ്കിൽ വരണമെങ്കിൽ വരാട്ടോ. നമ്മുടെ സ്ക്രീൻ ഷെയർ ആവുന്നില്ല കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം.
ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. PDF. Morning to all. Linen system എവിടെ വരെ എടുത്തോ? പ്രോസസ്സിംഗ് ഓഫ് സോൾഡ് ലിനൻ ഒക്കെ എടുത്തല്ലേ? പ്രോസസ്സുകൾ സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ് ഒക്കെ. ഈ ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ. ഫ്ലോ ചാർട്ട് പഠിക്കണം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങി എടുക്കണം അല്ലേ? ഓക്കെ, വരിക. Yes. Linen distribution system. Centralized linen distribution system. Issuing of linen and linen circulation is usually controlled by the central zone. This facilitates a better control over the staffs. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് നമ്മൾ 3 സിസ്റ്റത്തിലൂടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 3 സിസ്റ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്, മിക്സഡ് ലിനൻ സർവീസസ്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലിനന്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സർവീസസുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തേത് എന്താണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. എന്തായിരിക്കും സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഇവിടെ ലിനന്റെ മെയിൻ സർക്കുലേഷൻ നടക്കുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഇസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. ഓക്കെ, ഇത് ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഒരു കേന്ദ്രീകൃത സർവീസ് സെന്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഏറ്റവും ഹെഡ്. നമ്മൾ ഹെഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരാണ് സെൻട്രൽ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫെസിലിറ്റീസ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്സ്. അപ്പോ ഈ സെൻട്രൽ പാനലിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് എല്ലാ, അതായത് ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കണേ.
ഓക്കെ. സെൻട്രലൈസ്ഡ് ലിനൻ എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനമാണ്. അപ്പൊ ലിനൻ വിതരണം പൂർണ്ണമായിട്ടും, അതായത് ഈ സെൻട്രൽ റൂമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. മാത്രമല്ല എല്ലാ ജീവനക്കാർക്കും മികച്ച നിയന്ത്രണം, അതായത് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും മികച്ച രീതിയിലുള്ള ബെറ്റർ കൺട്രോളും കൊടുക്കുന്നത് ആരാണ്? ലിനൻ, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഇത് എന്താണെന്ന്? കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനമാണ്. അതായത് ലിനൻ വിതരണം നമ്മൾ എങ്ങനെയാണ്? സെൻട്രൽ റൂം ആണ് ഇതിൽ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളും ഡയറക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. മാത്രമല്ല ജീവനക്കാരുടെ മേൽ ഏറ്റവും മികച്ച നിയന്ത്രണം സാധ്യമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? Decentralized linen service under the system. Decentralized linen service. ഇതായിരിക്കും അത്. The different units such as ward, operation theatre, etc. allotted with the needs quotas of linen articles. ഇതായിരിക്കും decentralized linen service എന്ന് പറയുന്നത്. വികേന്ദ്രീകൃതം അല്ലെ? നമ്മൾ മറ്റേതെന്തായിരുന്നു? കേന്ദ്രീകൃതമായിട്ടുള്ള ലിനൻ സർവീസ്. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? വികേന്ദ്രീകൃതം. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് കുറച്ച് ഡിഫറെന്റ് ഏരിയാസിലേക്ക് മാത്രമേ ഒരിക്കുള്ളൂ ലിനന്റെ സർവീസസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെ ഏരിയാസിലേക്ക് ആയിരിക്കുള്ളൂ? ഡിഫറെന്റ് യൂണിറ്റ്സിലേക്ക്, അതായത് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ മുതലായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ആവശ്യത്തിനുള്ള ഇത്ര കോട്ടാസ് ലിനൻസ് ആവശ്യമാണ്. അതിനനുസരിച്ചിട്ടാണ് എന്താ കോട്ട എന്ന് പറയുന്നത്? എന്താണ് കോട്ട? നമ്മൾ ഇത്ര വീതം എന്നൊക്കെ പറയില്ലേ? യെസ്. ഹാഫ് എന്നല്ല, എത്ര വീതം, ഇത്ര എണ്ണം വെച്ച് എന്നൊക്കെ പറയാറില്ലേ നമ്മള്? ഹാഫ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, വീതം എന്നുള്ള ഒരു മീനിങ് കേട്ടോ. യെസ്. അപ്പൊ അതായത് ഈ രണ്ട് ഏരിയാസിലേക്ക്, വാർഡിലും ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് മാത്രം എന്താണ് നിശ്ചിത ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത്ര വീതം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലിനൻ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അത് ഏത് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം കേട്ടോ. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് സിസ്റ്റം ആണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കും വാർഡിലേക്കുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻസ് സർവീസസ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ലിനന്റെയും സർക്കുലേഷനാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നത്. ഇവിടെ എന്താണ്? ഡിഫറെന്റ് യൂണിറ്റ്സിലേക്ക് മാത്രമുള്ള, അതായത് തിയേറ്റേഴ്സിലേക്കും വാർഡിലേക്കും മാത്രമുള്ള ആവശ്യത്തിനുള്ള ലിനൻ പ്രൊഡക്ട്സുകളുടെ വിതരണം മാത്രമാണ്. ഓക്കെ. ഇനി ഇത് കൂടാതെ അടുത്തൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മിക്സ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ മിക്സ്ഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? ലിനൻ സപ്ലൈ ഓൺ ആണല്ലോ. ലിനൻ സപ്ലൈ ടു സർട്ടൺ സ്പെഷ്യൽ ഏരിയാസ് ആർ ഡൺ ഓൺ ദ ബേസിക് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ബട്ട് ദ റെസ്റ്റ് ഓഫ് ഏരിയാസ് ഫോളോ സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈസ്. The linen used in our hospital service make a huge effect on the quality of care provided. Every hospital needs to have 6 sets of linen for each bed. So, mixed linen services എന്ന് പറയുന്നത് എന്തായിരിക്കും? മിക്സ്ഡ് ലിനൻ എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അല്ലെ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് കൂടി രണ്ടും മിക്സ് ചെയ്ത് തരുന്ന, അതായത് എല്ലാ ഏരിയാസിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ടും ഡീസെൻട്രലൈസ്ഡ് സർവീസസ് പോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണോ സപ്ലൈസ് ചെയ്യേണ്ടത് ആ ഏരിയാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യത്തിലധികം ലിനൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി അതായത് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിതരണം ചെയ്യുന്ന ലിനൻ മെറ്റീരിയൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് 6 സെറ്റുകളായിട്ടാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. 6 സെറ്റ് ലിനൻ ആണ് ഓരോ ബെഡിനനുസരിച്ചിട്ട്. ഓക്കെ. 6 sets of linen for each bed. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിയൊന്ന്. 6 sets of linen rotation for 1 inpatient bed at a time. അതായത് ഈ 6 സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 set is equal to ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അതില് ഒരു ഷീറ്റും ഒരു പില്ലോ കവർ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഒരു പേഷ്യന്റിന് മാത്രമായിട്ട് എത്ര സെറ്റ് വരുന്നുണ്ട്? 6 സെറ്റ് വരുന്നുണ്ട്. 6 സെറ്റില് ഒരെണ്ണം അങ്ങനെയാണ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപേഷ്യന്റിന്റെ കാര്യം കേട്ടോ പറയുന്നത്. ഒരു ഇൻപേഷ്യന്റിന് നമുക്ക് 6 സെറ്റ് ലിനൻ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പൊ ഒരു സെറ്റിൽ എന്ത് വരുന്നു? ഒരു ഷീറ്റും ഒരു പില്ലോ കവറാണ് ഉൾപ്പെടുന്നത് കേട്ടോ.
ഒന്നുകൂടി നോക്കാം. അപ്പൊ മിക്സഡ് ലിനൻ സർവീസസിന്റെ പ്രധാനമായിട്ട് ഏത് സർവീസസിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? ഏതിന്റെ ബേസിസിലാണ്? ഡീസെൻട്രലൈസേഷന്റെ ബേസിസിലാണ് മിക്സഡ് ലിനൻ സർവീസസ് പ്രധാനമായിട്ട്. രണ്ടും അല്ല, ഡീസെൻട്രലൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. എന്നിരുന്നാൽ പോലും പൂർണ്ണമായ ഒരു നിയന്ത്രണം വരുന്നത് എവിടത്താണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് അല്ലെ. എങ്കിലും ഇത് ബേസ് ചെയ്തിരിക്കുന്ന എന്താണ്? ഡീസെൻട്രലൈസേഷൻ മിക്സഡ് ലിനൻ സർവീസസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിഫറെന്റ് ഏരിയാസിലേക്ക് നമ്മൾ അതിന്റെ സപ്ലൈസ് നടത്തുന്നത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എന്താണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് ഒരു ഹ്യൂജ് ആയിട്ട് പ്രത്യേകിച്ച് പേഷ്യൻസിന് നമ്മൾ ഒരു 6 സെറ്റ് എന്ന നിലയിലാണ് ലിനൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇൻപേഷ്യന്റിന് 6 സെറ്റ് മെറ്റീരിയൽസ് ആവശ്യമാണ്. 6 സെറ്റ് എന്ന് പറയുന്നത്, ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ എന്നാണ് കേട്ടോ. ഓക്കെ, അതായത് 6 ഷീറ്റ് 6 പില്ലോ കവർ. മനസ്സിലായോ? അതിൽ ഒരെണ്ണം അങ്ങനെ വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. 6 ഷീറ്റും 6 പില്ലോ കവർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ റൊട്ടേഷനും കൂടി ഇവിടെ വരുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. റൊട്ടേഷൻ വെച്ച് പഠിപ്പിച്ചു തരാം. അതിന് മുമ്പ് ഒന്നുകൂടി നോക്കാം. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് ആൻഡ് മിക്സ്ഡ് ലിനൻ എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അതായത് എല്ലാ ലിനൻ സർക്കുലേഷൻസും എവിടെയാണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻസിലാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സ്റ്റാഫുകൾക്കും ബെറ്റർ കോർഡിനേഷൻസും കൺട്രോൾസും കൊടുക്കുന്നതും സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് യൂണിറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടതാണ്. പ്രത്യേകിച്ച് വാർഡും ഓപ്പറേഷൻ തിയേറ്റേഴ്സും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡിഫറെന്റ് കോട്ടാസ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ വിതരണം ചെയ്യുന്നത്. മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഏരിയാസ് അല്ലെ, അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ്? ഡീസെൻട്രലൈസേഷന്റെ ബേസിസിലാണ് മിക്സഡ് ലിനൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇത് പ്രകാരം നമ്മൾ ഓരോ ഹോസ്പിറ്റലിനും ആവശ്യമായിട്ട് 6 സെറ്റ്സ് ഓഫ് ലിനൻസ് ആണ് ഓരോ ഈച്ച് ബെഡിനും വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞ ഈ 6 സെറ്റുകളും എങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ റൊട്ടേഷൻ? അതായത് നമ്മൾ 6 സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് 2 സെറ്റ് ഫോർ വാഷ്. എന്താണ് 2 സെറ്റ് ഫോർ വാഷ്? 1 bed sheet on the way to the laundry while 1 sheets already in laundry washing cycle. അപ്പൊ നമ്മൾ ഈ 6 ആദ്യത്തെ 2 കൊടുത്തു നോക്കാം. ആദ്യത്തെ 2 എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് 2 സെറ്റ് ഫോർ വാഷ് പറഞ്ഞ. ഒരെണ്ണം നമ്മൾ എന്തിനായിരിക്കും? 2 സെറ്റ് വാഷിംഗ് പർപ്പസസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കും, രണ്ടും എന്താണ്? വാഷിംഗ് പർപ്പസ്. ഓൾറെഡി വാഷിംഗ് സൈക്കിളിലായിരിക്കും ആ ബെഡ്ഷീറ്റ്സ്. അയാൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു ഷീറ്റ് ഓൾറെഡി വാഷിംഗ് മെഷീൻസിലായിരിക്കും. പിന്നെ സെക്കൻഡ് എന്താണ്? 2 സെറ്റ്സ് ഇൻ യൂസ്. രണ്ടെണ്ണം എന്താണ്? നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. 1 ബെഡ്ഷീറ്റ് ഓൾറെഡി ബി ഓൺ ദ ബെഡ് വൈൽ ഓൺ ഷുഡ് ബി റെഡി ടു യൂസ്. ഒരെണ്ണം ബെഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരെണ്ണം ഓൾറെഡി എന്തിലുണ്ടാവും? യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. യെസ്, അങ്ങനെയാണ് 2 സെറ്റ്സ് ഇൻ യൂസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കി 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. പിന്നെ അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 ബെഡ്ഷീറ്റുകളും പില്ലോ കവേഴ്സും ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ 6 സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2 സെറ്റ് വാഷ് ചെയ്യുന്നുണ്ടാവും, 2 സെറ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും, 2 സെറ്റ് എന്താണ്? ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് അറ്റ് എ ടൈം നമ്മൾ എന്താണ് 6 സെറ്റ് ഓഫ് ലിനൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സെറ്റ്, അതായത് ഒരു ഷീറ്റ് പ്ലസ് ഒരു പില്ലോ കവർ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കിയേ. റൊട്ടേഷൻ എന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണോ? അത് മിക്സ്ഡ് ലിനൻ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ? മിക്സ്ഡ് ലിനൻ. ഓക്കെ, മിക്സ്ഡ് ലിനൻ എന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ ഏരിയാസിൽ നമ്മൾ കൊടുക്കുന്നത് ഡീസെൻട്രലൈസേഷന്റെ ബേസിസിലാണ് മിക്സ്ഡ് ലിനൻ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഏരിയാസിലെല്ലാം നമ്മൾ എന്താണ് പിന്തുടരുന്നത്? സെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് ആണ്. ഓക്കെ, യെസ്.
ക്ലിയർ ആണല്ലോ അത്. അപ്പൊ ഈ സെറ്റ് പഠിച്ചു നോക്കണോട്ടോ. സെറ്റ് ചോദിക്കാറുണ്ട്. 6 സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ആ ഒരു കൗണ്ടിങ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. 1 സെറ്റ് ഈസ് ഈക്വൽ ടു 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഓക്കെ, ക്ലിയർ. Then next one, the laundry department faces major challenges. ഒരുപാട് ചാലഞ്ചസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റും നേരിടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്ന്, ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. Okay. അപ്പൊ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്. എന്താണ് ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ് എന്ന് പറയുന്നത്? ലിനൻ മെറ്റീരിയൽസ് കളവ് പോകുന്നത് അല്ലെ, ക്ലോത്തിങ് മെറ്റീരിയൽസ് മോഷണം പോകുന്നത്, അത് വലിയൊരു ചാലഞ്ചസ് ആണ് അല്ലെ. വരുന്ന വിസിറ്റേഴ്സോ അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അങ്ങനെ പല വിധത്തിൽ അതിക്രമിച്ച് കയറുന്ന വ്യക്തികൾ ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ട് തന്നെ എന്താണ് മോഷണം പോകാറുണ്ട്. സ്റ്റാഫുകൾ തന്നെ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. തീർന്നോ ചാപ്റ്റർ? തീർന്നോ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ഇല്ല, അതിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് നടക്കുന്ന മോഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്? ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്. ഇതിൽ ലിനൻ മെറ്റീരിയൽസ് മോഷണം പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് ഒരു വലിയൊരു ചാലഞ്ചാണ്. പിന്നെ എന്താണ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ചാലഞ്ച് HA ആണ് അല്ലെ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ മൂലം, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് മൂലം എന്താണ് പലതരത്തിലുള്ള ഭീഷണികൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്നുണ്ട്. ഓക്കെ, പഠിച്ചല്ലേ ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ? പഠിച്ചോ ചാപ്റ്റർ? പിന്നെ നെക്സ്റ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ഏതാണ്? lack of well-defined laundry hygiene process. lack of well-defined laundry hygiene process. എന്തിന്റെ പോരായ്മയാണ് അവിടെ പറയുന്നത്? എന്തിന്റെ പോരായ്മയാണ്? എന്ത് പ്രോസസ്സിലുള്ള ഹൈജീൻ കുറവാണ് ഇവിടെ പറയുന്നത്? ഇതിലാണ് പറയുന്നത് ലൗണ്ടറി സർവീസസിൽ നേരിടുന്ന എന്ത് പോരായ്മകളാണ്? ഹൈജീൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മൾ ഓൾറെഡി ഈ ലൗണ്ടറി സർവീസിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സ് കാര്യമൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. യെസ്, അതായത് ഇപ്പൊ വാഷിംഗ് മുതൽ നമ്മൾ അത് ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നവരുള്ള പ്രോസസ്സ് ഏറ്റവും ഹൈജീനിക് ആയിട്ട് തന്നെ തുടരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ട് വലിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിലുള്ള എഫക്റ്റുകളും ഇല്ല അല്ലെ. യെസ്, മികച്ച രീതിയിലായിരിക്കണം നമ്മൾ ആ പഠിച്ച പ്രോസസ്സുകൾ നടക്കേണ്ടത്. അതായത് ഒരു മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് സോർട്ട് ചെയ്യുന്നത് മുതൽ അത് ലാസ്റ്റ് ക്ലീൻ ചെയ്തത് എല്ലാ ഏരിയാസിലേക്ക് എത്തിക്കുന്നത് വരെ അത് ഹൈജീനിക് പ്രോസസ്സിലൂടെ ആയിരിക്കണം കടന്നു പോകുന്നത്. അപ്പൊ അല്ല, ചില സ്റ്റാഫുകൾ ചിലപ്പോൾ അത് അതേപോലെ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതായത് വ്യക്തമായിട്ട് നമ്മൾ നിർവചിക്കപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും എന്താ പറയാ ഈ ഹൈജീനിക് നമ്മൾ ഈ നടത്തിയ പ്രോസസ്സ് വെൽ ഡൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ അത് നടത്തുന്നെങ്കിൽ പല രീതിയിൽ പ്രത്യേകിച്ച് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാം അവിടെ നടത്തുന്നെങ്കിൽ പല രീതിയിലും ഇൻഫെക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും സ്റ്റാഫിനും ഒരേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു പ്രോസസ്സ് സോർട്ടിങ് മുതൽ അവസാനം വരെയുള്ള പ്രോസസ്സ് എപ്പോഴും വെൽ ഹൈജീനിക് തന്നെ ആയിരിക്കണം. അതല്ലാത്ത പക്ഷം എന്താണ് പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹൈ കോസ്റ്റ്. ഹൈ കോസ്റ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹൈ കോസ്റ്റ് എന്തിനാണ് ഹൈ കോസ്റ്റ് വരുന്നത്? ഉയർന്ന ചിലവ് വരുന്നത് എന്തിനാണ്? മെഷീൻസിനൊക്കെ മെഷീൻസിന് ചിലവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ചില സമയം ഔട്ട്സോഴ്സിനെ ആശ്രയിക്കാറില്ലേ? ഔട്ട്സോഴ്സിനെ യെസ്, ചില സന്ദർഭങ്ങളിൽ ചില പ്രൈവറ്റ് ഏജൻസികളിൽ ചിലപ്പോൾ എമൗണ്ട് കൂടുതലായിരിക്കും അല്ലെ. സിറ്റുവേഷൻ ബേസ്ഡ് ചിലപ്പോൾ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താണ് ഈ ഹൈ കോസ്റ്റ് മൂലം ചിലപ്പോൾ ആ മെറ്റീരിയൽസ് എടുക്കാനോ വാഷിംഗ് പർപ്പസസിന് കൊടുക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ലാർജ് ക്വാണ്ടിറ്റി ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അതായത് എന്ത് മൂലം? ഉയർന്ന ചിലവ് മൂലം. ഓക്കെ, അതേപോലെ തന്നെ മെറ്റീരിയൽസിനൊക്കെ വില കൂടുന്നതിനനുസരിച്ചിട്ടും
നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതായത് ഇപ്പൊ പേഷ്യൻസിന് മാത്രമായിട്ടുള്ള ഈ മെറ്റീരിയൽസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും എന്താണ് ഹൈ കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഉയർന്ന ചെലവ് വരുന്നാല് നമ്മൾ എന്ത് ചെയ്യും, അത് എടുക്കാതെ പർച്ചേസ് ചെയ്യാതെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അതും ഒരു ചാലഞ്ചസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്, അതായത് ഈ മെഷീൻസിലേക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അല്ലെ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. മെഷീൻസ് ആണ് എപ്പോ വേണമെങ്കിലും എന്ത് വരാം, ഡാമേജസ് ആണ് സാധ്യത, റിപ്പയറിംഗ് വരാം. ചിലപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ചില വന്നേക്കാം അല്ലെ, കംപ്ലൈന്റ് ആവാനുള്ള സാധ്യത. അപ്പോ ഇതൊക്കെയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ചാലഞ്ചുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോകുന്നത്, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ മൂലം. പിന്നെ എന്താണ്, ഹൈജീൻ പ്രോസസ്സിൽ എന്താ പറയാ, അവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സിൽ വ്യക്തമായ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കുന്ന പ്രോസസ്സുകളാണെങ്കിൽ എന്താണ്, അതായത് വ്യക്തമായി നിർവചിക്കപ്പെടാത്ത ഒരു പ്രൊസീജിയർ ആണ് അവിടെ സ്വീകരിക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഹൈ കോസ്റ്റസുകള്, മെഷീൻസിന് സംഭവിക്കുന്ന തകരാറുകൾ, ഇതെല്ലാമാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ചാലഞ്ചസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കണം കേട്ടോ, അത് എപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയറൻസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ചാലഞ്ചസ് വരെ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ലാസ്റ്റ് ഭാഗം നോക്കാം. Hospital laundry services are thus responsible for providing safe, clean, ample, and timely application of linen to user units of the hospital at the right time, right quality, and the right place. ഹോസ്പിറ്റൽ laundry സർവീസസിന്റെ മെയിൻ പ്രവർത്തനം എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അവർ എന്തിനായിരിക്കണം റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്? ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളതും അതിൽ ആംബിൾ ധാരാളമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഏതൊക്കെ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് ആവശ്യപ്പെട്ടത് അവരുടെ ആവശ്യാനുസരണം കൃത്യസമയത്ത് കൃത്യ ക്വാളിറ്റിയില് കൃത്യ പ്ലേസില് വിതരണം ചെയ്യുക എന്നുള്ളതാണ് എന്ത് ലോണ്ടറി സർവീസസിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെ. മാത്രമല്ല എവറി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ എയിം ഓഫ് മേക്കിംഗ് ഷുവർ ദർ പേഷ്യൻസ് ആർ കംഫർട്ടബിൾ ആൻഡ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ദേ ആർ സേഫ് ആൻഡ് ഹെൽത്തി. ഓക്കെ, എന്താ പറയുന്നത്, ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന, പ്രത്യേകിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ സേഫും ഹെൽത്തും അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന എല്ലാത്തരം വസ്ത്രധാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെല്ലാം സർവീസസുകളാണെങ്കിൽ പോലും എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. മാത്രമല്ല അവരെപ്പോഴും അത് സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും നമുക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഏത് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന എയിം എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ അവരുടെ കംഫർട്ടബിലിറ്റി നമ്മളവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സർവീസ് ചെയ്യുന്നത് എന്താണ്, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രദാനങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ആ പേഷ്യൻസിന്റെ ആ ഒരു സേഫ്നെസ്സും ഹെൽത്തിനെസ്സും അത് നിലനിർത്തുന്നുണ്ട്. ഓക്കെ, യെസ്. ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. യെസ്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കംപ്ലീറ്റഡ് ആണ്.
ഞാൻ പറയുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് പോകണം കേട്ടോ. ഈ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആ 3 സിസ്റ്റംസും പഠിക്കുക കേട്ടോ. എന്താണെന്ന് വായിച്ചു ചോദിക്കാൻ മതി, പിന്നെ അല്ലെങ്കിൽ പേരുകളെങ്കിലും പഠിച്ചു നോക്കാം. പിന്നെ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൗണ്ടറി കണക്കില് നമ്മളെ യൂസ് ലിനൻ, സോൾഡ് ലിനൻ, തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞത് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത് പഠിക്കാം. പിന്നെ ഈ പ്രോസസ്സ് പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്, 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ, പേഷ്യന്റ്, വാർഡ് ലിനൻ, ഓപി ലേബർ റൂം ആൻഡ് പ്രൊസീജിയർ റൂം ലിനൻസ്. അതിൽ ഏതെല്ലാം ഉൾപ്പെടുത്തുന്നു പഠിക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് ഓർഡർ 1 ഔട്ട് ഒക്കെ ചോദിച്ചാല് മാറിപ്പോയത് അങ്ങോട്ട് കാണും. ഔട്ട്സോഴ്സിങ് എന്താണെന്ന് പഠിക്കാം. അതിന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആശ്രയിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കാം. അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അങ്ങനെയെല്ലാം പഠിക്കാനല്ല ടീച്ചറെ. ഓക്കെ, ഇനി ഒന്ന് പഠിച്ചതിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് അല്ലെ? ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമ്മള് ലൗണ്ടറി കഴിഞ്ഞു. ഒരു 2 ചാപ്റ്ററും കൂടി ഇങ്ങനെ എടുക്കാനുള്ളൂ കേട്ടോ. കഴിഞ്ഞു. ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്. 2 ചാപ്റ്റർ ഉള്ളൂ എന്നതിന്റെ അർത്ഥം എന്താണ്? ക്ലാസ് ഒക്കെ തീരാറായി. മൊഡ്യൂൾ എക്സാം നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. മൊഡ്യൂൾ എക്സാമിന് അതാണ് മോക്ക് ടെസ്റ്റ് പഠിക്കാം. മെയിൻ എക്സാമിന് ഗൈഡിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്. ഗൈഡ് വായിക്കണം. ചാപ്റ്റർ 8 എടുത്തേ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്, പേജ് നമ്പർ 65. ഞാനത് എടുക്കട്ടെ കേട്ടോ. ഇനിയുള്ള 2 വലിയ ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്. ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. Hospital information system provides a general source of information about a patient health history and doctor's scheduling time. System must keep data in a secure place and control who can get the data in certain situations. Okay. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ്? Hospital information system provides a general source of information about a patient health history and a doctor's scheduled timing. Yes. എന്താണ് ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ HIS എന്ന് പറയുന്നത് എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ഡോക്ടർ ഷെഡ്യൂൾ ടൈമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് മെയിൻ ആയിട്ട് അതിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് പേഷ്യൻസിന്റെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററീസ് അല്ലെ, പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററീസും അതേപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സ് ടൈമിംഗ് ഷെഡ്യൂൾസ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു സിസ്റ്റത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. The system must keep data in secure place and control who can get the data in certain situations. Okay, നമ്മൾ ഈ സിസ്റ്റത്തില് നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഓക്കെ, അതായത് മറ്റൊരു തേർഡ് പാർട്ടിക്ക് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുള്ളൂ നമ്മൾ ഈ ഡാറ്റാസ് സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അവരുടെ എന്താ പറയാ, അവരുടെ ഒരു
രഹസ്യാത്മക കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തുന്നതാണ് അല്ലെ. അപ്പൊ എല്ലാത്തരം സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ആ ഡാറ്റാസ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അവിടെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു പാനലിലോ അല്ലെങ്കിൽ അത് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാതെ മറ്റൊരു തേർഡ് പേഴ്സൺ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ആവശ്യമുള്ള സമയത്ത് ഏത് സമയത്ത് നമുക്ക് എന്താണ് ആ ഡാറ്റാസുകൾ ആവശ്യാനുസരണം മാത്രം നമുക്ക് അത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, hospital management information system is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. Okay. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തില് അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ, നമുക്കറിയാവുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നു? ക്ലിനിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ മുതലായിട്ടുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്. ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലാണ് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത്. യെസ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Computerized system that helps in managing clinical, financial മുതൽ pharmaceutical, etc. വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. With the help of hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. നമ്മൾ ഈ ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ നമുക്ക് എങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു? ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ലെ. യെസ്, അതായത് വരുന്ന പേഷ്യൻസിന് നമ്മൾ എല്ലാം ഈ ഒരു ഡിജിറ്റൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിനാൽ തന്നെ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ച് ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും എന്താണ് അവർക്കെല്ലാം തന്നെ പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മാനറില് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സേവനം പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ. വായിച്ച മനസ്സിലായല്ലോ ആദ്യത്തെ പാരഗ്രാഫ്. നെക്സ്റ്റ് വൺ നോക്കാം. A hospital information system helps healthcare providers in designing their operations, including managing patient health records, EMR or EHR, appointments, billing, diagnostic, and much more. Okay. ഈ ഒരു സിസ്റ്റത്തിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഇപ്പറയാൻ ഒരു ബ്രാക്കറ്റിൽ കണ്ടോ EMR അല്ലെങ്കിൽ EHR എന്ന് കണ്ടോ? എന്താണ് EMR എന്ന് പറയുന്നത്? ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്. ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ, അടുത്ത ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സും. അപ്പൊ EHR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രോണിക്കൽ ഹെൽത്ത് റെക്കോർഡ്സ്. EMR എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ്, EHR ഇലക്ട്രോണിക്കൽ ഹെൽത്ത് റെക്കോർഡ്സ്. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേഷ്യൻസിന്റെയും ഹെൽത്ത് റെക്കോർഡ്സുകളും എന്താണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് മുഖാന്തരമാണ് നമ്മൾ ചെയ്യപ്പെടുന്നത്. അതായത് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാനും ബില്ലിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനും മറ്റ് ഡയഗ്നോസിസിനെ കുറിച്ചും മറ്റെന്ത് ഡീറ്റെയിൽസും എന്ത് അതായത് ഒരു ഫുൾ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് എന്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ മേഖലയിലെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, നല്ല സർവീസസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു.
പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സുകൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ, പേഷ്യൻസ് ഡോക്ടേഴ്സുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന്, അവരുടെ ഇപ്പോൾ ഡിസ്ചാർജ് സമയത്തുള്ള ബില്ലിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, മറ്റ് ഡയഗ്നോസിസ് പർപ്പസസിനെല്ലാം തന്നെ എന്താണ് ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അവരെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദ മേജർ റോൾ ഓഫ് HIMS എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മേജർ റോൾ എന്ന് പറയുന്നത് എന്താണ്? is to record information on health events and verify the quality of service at different levels of health care. The importance of patient evaluation is part of the concept of giving importance to patients' views in developing the quality of health services. Okay, HIMSന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? ആദ്യത്തെ പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ. മെയിൻ റോൾ എന്താണ്? ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് വെറുതെ ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമാണോ നടക്കുന്നത്? ഹെൽത്ത് ഇവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ ലെവൽസിലും, അതായത് അതിന്റെ ക്വാളിറ്റി അടക്കം നമ്മൾ എന്താണ് വെരിഫൈ ചെയ്യുന്നു കേട്ടോ. HIMSൽ വെറുതെ നമ്മൾ കുറച്ച് ഡാറ്റാസ് മാത്രമല്ല സ്വീകരിക്കുന്നത്, ആ ഡാറ്റാസിന്റെ ക്വാളിറ്റി കൂടി നമ്മൾ എന്താണ് നിർണയിച്ചതിന് ശേഷമാണ് ആ റെക്കോർഡ്സ്, ആ ഡാറ്റാസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, to record information about health events അല്ലെ, ഓരോ രോഗികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് ഇവന്റ്സിന്റെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ, കറക്റ്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കും നമ്മൾ അതില് സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഡിഫറെന്റ് ലെവലിൽ നമ്മൾ കൃത്യമായിട്ടുള്ള രേഖകൾ മാത്രം സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ്, അത് നമുക്കൊരു ക്വാളിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും അല്ലെ. Yes, the importance of patient evaluation is part of the concept of giving importance to patients' view in developing the quality of healthcare service. അപ്പൊ നമ്മള് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഇവിടെ സേവ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനം പ്രൊവൈഡ് ചെയ്യാനും ഓരോ പേഷ്യൻസിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഓരോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും സഹായിക്കുന്നു. പേഷ്യൻസിനും ഡോക്ടേഴ്സിനും ഒരേപോലെ തന്നെ എന്താണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ആരോഗ്യ സേവനത്തിന് ഏറ്റവും ഗുണനിലവാരം വികസിപ്പിക്കുക എന്നതാണ് അതിന്റെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാത്രമല്ല നമ്മള് ഈ ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിനെ നമുക്ക് വിലയിരുത്താനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കി ഓരോ പേഷ്യൻസിനെ നമുക്ക് എന്താണ് വിലയിരുത്താനും അവരുടെ ഹെൽത്ത് അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ പഠിക്കും. ഓക്കെ, മനസ്സിലായോ? Then hospital information system benefits include improving patient satisfaction through improved communication, greater provider sensitivity towards patients, improved community awareness about the quality of services, and overall better use of services in the health system. ഇനി ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനഫിറ്റ്സ് ആണ് പറയുന്നത്. ബെനഫിറ്റ്സിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഒരു പോർഷൻ അവിടെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താൻ സഹായിക്കും. കാരണം എന്താണ്? ഇതെല്ലാം ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അതിന്റെ മെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എന്താണ് ആ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് അത് കംപ്ലീറ്റ് നടക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസുകളോ അല്ലെങ്കിൽ യാതൊരു കൺഫ്യൂഷൻസോ ഇറവുകളോ മറ്റ് മിസ്റ്റേക്സോ പിശകുകളോ ഒന്നുമില്ലാതെ തന്നെ എന്താണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ പേഷ്യൻസ് നല്ല രീതിയിൽ സംതൃപ്തരാകാനും ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻസ്. Then greater provider sensitivity towards patient. എന്താണ് greater provider sensitivity towards patient?
അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി സർവീസസ് ആൻഡ് ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസസ് ഇൻ ദ ഹെൽത്ത് സിസ്റ്റം. ഇവിടെ എന്താ പറയുന്നത്? Greater provider sensitivity എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Greater provider sensitivity. ഓക്കെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുന്നു നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ് കാണാം? ആരോഗ്യ സംവിധാനത്തിന് മൊത്തത്തിലുള്ള ആ ഒരു മികച്ച സർവീസസിനെ പറ്റി പേഷ്യൻസിന് നല്ല രീതിയിലൊരു അവബോധം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അതായത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എല്ലാ സേവനങ്ങളിലും മികച്ച രീതിയിലുള്ള ഉപയോഗം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ അവരുടെ ട്രീറ്റ്മെന്റ്സും മറ്റെല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം മുഖാന്തരം അവർക്ക് എല്ലാ ക്വാളിറ്റി സർവീസസുകളും ലഭ്യമാകുകയും ചെയ്യും കേട്ടോ. ഗുഡ് സർവീസസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓൺലൈനിലൂടെയാണോ നിങ്ങൾ എന്തെങ്കിലും ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്? അങ്ങനെ എടുക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓൺലൈനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ടോ? എടുക്കാറില്ല. നേരിട്ട് പോയാണോ ഡോക്ടറെ കാണുന്നത്? ഓക്കെ, പക്ഷെ ഏറ്റവും എളുപ്പമുള്ള സർവീസസ് ആണ് കേട്ടോ. ഏറ്റവും എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്. ബൈ ഫോൺ, ഫോണിലൂടെ, നമ്മൾ ഫോണിലൂടെയും എന്താണ് കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊന്നും ഈ ഒറ്റപ്പെട്ട മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള കുറെ ആളുകൾ ഏറ്റവും ആശ്രയിക്കുന്നത് ഈ ഓൺലൈൻ ആയിട്ടുള്ള സിസ്റ്റംസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഡിസാസ്റ്ററുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊറോണ, നിപ്പ പോലെയുള്ള സംവിധാനങ്ങൾ, അത്തരം സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സിസ്റ്റത്തെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം എന്താണ്, നേരിട്ട് പോകാനുള്ള സ്ഥിതിഗതികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സിസ്റ്റം മുഖാന്തരമാണ്. ഇപ്പൊ ടെലിമെഡിസിൻ വരെ, ടെലിമെഡിസിൻ അറിയാലോ, ഇതാണ് ടെലിമെഡിസിൻ. ടെലിമെഡിസിൻ നമ്മുടെ ഡോക്ടറിനെ നേരിട്ട് കണ്ടാണ് അത് വാങ്ങിക്കുന്നത്? അല്ല, ഡോക്ടറും പേഷ്യന്റും ഡയറക്റ്റ് ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എല്ലാം ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് അല്ലെ. ടെലി കോളിംഗിലൂടെയാണ് അതവിടെ നടക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട മേഖലകളിലോ അല്ലെങ്കിൽ ഇതേപോലെ വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അങ്ങനെ ഇപ്പൊ പാലിയേറ്റീവ് കേസിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ടെലിമെഡിസിൻസ് ഓൺലൈൻ വഴി ഇതേപോലെ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ മൊത്തത്തില് ഹെൽത്ത് കെയർ സർവീസസിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ, ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു HIMS എന്ന സിസ്റ്റം നമ്മൾ ഹോസ്പിറ്റൽ സർവീസസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ്. ആണോ? ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണോ? ആണ് അല്ലെ. യെസ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് the health information of patients in health care facility. ഇവിടെ എന്താണ് അത് കൺട്രോൾ ചെയ്യുന്നത്? ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽത്ത് ഇൻഫർമേഷൻസ് ആണ് അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയുമായി അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ഹെൽത്ത് ഇൻഫർമേഷൻസും നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റോളാണ് ഈ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് സെക്യൂർ ആയിട്ടുള്ള മാനറിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെ നിയന്ത്രിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം എന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേ. ഹെൽത്ത് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് പേഷ്യൻസ് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു പിക്ചർ ഉണ്ടോ? താഴെ നോക്കിയ ഒരു പിക്ചർ ഉണ്ടോ? ഒരു ഹൈ ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹൈ ഹോസ്പിറ്റലിന്റെ ഒരു എൻവയോൺമെന്റ് ചുറ്റുപാടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ക്ലിനിക്കൽ എക്സാം നടക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്,
മെഡിക്കൽ റെക്കോർഡ്സ് കാണിക്കുന്നുണ്ട്, മെഡിസിൻസ്, ക്യാഷ് കൗണ്ടർ, എൻക്വയറി, റിസപ്ഷൻ, ഓപ്പറേഷൻ, ട്രീറ്റ്മെന്റ്, വാർഡ്, അഡ്മിഷൻ, ഡിസ്ചാർജ്, പേഷ്യന്റ് കൗൺസിലിംഗ്. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു സ്റ്റാഫ് മുഖാന്തരമാണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഓക്കെ, ഇതിനെല്ലാം ഓരോ വ്യക്തികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അല്ലെ, ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടും. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ആൾക്ക് എന്താണ്, രജിസ്ട്രേഷനിൽ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ID അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ID അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന സമയത്ത് പിന്നെയും ഈ IDയും കാര്യങ്ങളും അവിടെ പറയണോ? വേണ്ട. അയാൾ എങ്ങാടാണോ പോകുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പോകുന്നത്, ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ആ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, അതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണോ പോകുന്നത്, അവസാനം ആള് ബില്ല് ചെയ്യുന്നത് വരെയും എന്താണ്, ഈ ഓൾറെഡി ഒരു സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടായിരിക്കുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ലാസ്റ്റ് ബില്ലിംഗ് വരെയുള്ള പ്രൊസീജിയേഴ്സ് വരെ എന്തിൽ നടക്കുന്നു, ഡിസ്ചാർജ് വരെയുള്ള പ്രൊസീജിയർ എല്ലാം തന്നെ ഒരു സിസ്റ്റംസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ആ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൽ നിന്ന് പോവില്ല, ഓൾറെഡി അതിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ്, വീണ്ടും വീണ്ടും നമ്മളത് ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇൻ കേസ് നമ്മുടെ നമ്പറോ IMR മെഡിക്കൽ റെക്കോർഡ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും മറന്നു പോയാൽ പോലും എന്താണ്, നമ്മുടെ അഡ്രസ്സോ പേരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്താണ് ആക്സസ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നു എന്നുള്ളട്ടോ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻസിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഈ HMS-ന് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, കുറച്ചൊന്നല്ല കുറച്ചധികം കമ്പോണൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ, സപ്പോർട്ട് മാനേജ്മെന്റ്. അങ്ങനെ 11 കമ്പോണൻസ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, അത്യാവശ്യം പഠിക്കാനുണ്ട്. 11 കമ്പോണൻസ് എന്തിൽ വരുന്നുണ്ട്, HMS-ന് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബെനഫിറ്റ്സ് നോക്കുമ്പോൾ എന്തുണ്ട്, അതേപോലെ തന്നെ ഒരു 9 ബെനഫിറ്റ്സ് അതിലും വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് എന്താ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആദ്യത്തെ കമ്പോണന്റ് അപ്പോയിന്റ്മെന്റ് മാനേജ് ചെയ്യുന്നു അല്ലെ, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അടുത്ത ക്ലാസ്സിൽ എടുക്കുള്ളൂ കേട്ടോ. നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് പോരെ കേട്ടോ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മാത്രം ഒന്ന് വായിച്ചിട്ട് പോരെ. എളുപ്പമാണ്, എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. വേറൊരു ക്ലാസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ചാപ്റ്ററുകൾ തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് പറയണം. പിന്നെ എന്തെങ്കിലും തീരാതിരിക്കുകയാണെങ്കിൽ പോർഷൻസ് ചിലപ്പോൾ ടീച്ചർമാര് ആ ചാപ്റ്ററുകൾ പകുതിയാക്കി എടുക്കും കേട്ടോ. ഏതെങ്കിലും പോർഷൻസ് തീർന്നിട്ടില്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് പകുതിയാക്കി എടുക്കും. ഓക്കെ, ശരി കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ കുറഞ്ഞു വരികയാണല്ലോ. അത്യാവശ്യം 50 പേരൊക്കെ ഉണ്ടായിരുന്നതാണ്, 50-ന് മേലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണല്ലോ. കാര്യം എന്താ പറ്റി? ഇന്നത്തെ ക്ലാസ് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. നന്നായിട്ട് കുറഞ്ഞു. 30-38 നിൽക്കാറ്. ഓക്കെ, ചിലപ്പോ ലാസ്റ്റ് തീരാറാവുമ്പോ ചില കുട്ടികൾ എങ്ങനെയാണ് അല്ലെ.